മുഖം എത്ര തന്നെ നിറം മങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും പാടുകളുണ്ടെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സ്കിൻ കെയർ ഒന്നും ഫോളോ ചെയ്യാണ്ട് സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാണ്ട് നന്നായിട്ട് ഡള്ളായി പോയിട്ടുണ്ട് സ്കിൻ എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പെട്ടെന്ന് റെജുവിനേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസ്കാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ എഫക്റ്റീവാണ്. സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. വേറെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഷെയർ ചെയ്ത് പോകും. അതൊന്നും മിസ്സാവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ ഇതാണ് നമ്മുടെ പാക്ക്. ഇത് ജെമ്മാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. സോ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വളരെ വളരെ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ അരിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണോളം നമുക്ക് എടുക്കാം. സോ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ്, തരികളൊന്നുമില്ല, വെറും പച്ചരി മാത്രം എടുത്ത് പൊടിച്ചിട്ടുള്ള നല്ല ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ള അരിപ്പൊടിയാണ്. ഒത്തിരി കട്ടിയുണ്ടെങ്കിൽ സ്കിന്നിന് അത് ഇറിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഏറ്റവും ഫൈൻ പാർട്ടിക്കിൾസ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ യൂസ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രൂവിൻ്റെ ഒരു സാഷേ എടുക്കാം. ഇത് കട്ടയായി പോകുന്നൊന്നും ഡൗട്ട് വേണ്ട. ഞാനിത് എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടും, അടിപൊളിയായിട്ട്. ഇത് ഒരുപാട് ദിവസം വെച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല, ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ചേക്കാനായിട്ട് പറ്റും. എന്നിട്ട് തിരിച്ചും ഇതുപോലെ ബാക്കിയുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി അടച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മുടെ കോഫി പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് മാത്രം തൈര് എടുത്താൽ മതി. നമുക്കിത് മിക്സാക്കാനായിട്ട് എത്രയാണോ വേണ്ടി വരുന്നത് അതെടുക്കുക. തൈര് തന്നെ ഫുള്ളായിട്ട് എടുക്കാൻ ശ്രമിക്കണേ. വേറെ നിങ്ങൾ വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്. സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് തൈര് ഭയങ്കര നല്ലതാണ്. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു സ്കിന്നിലുള്ള ഡൾനെസ്സും വെയിലേറ്റ കരിവാളിപ്പും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ തൈരെന്ന് പറഞ്ഞാൽ ഹൈലി മോയ്സ്ചറൈസിങ് ആണ്, നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെജുവിനേഷനും റിപ്പയർ ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. കാപ്പിപ്പൊടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള പാടുകൾ, അതുപോലെ തന്നെ നിറം മങ്ങൽ, കുറേ നാളായിട്ട് നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് കാപ്പിപ്പൊടി ഭയങ്കര നല്ലതാണ്. നല്ല രീതിയിൽ നിറം വയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നിറം വയ്ക്കാനും അതുപോലെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് സെറ്റ് ആവത്തില്ല, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ അത് മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് എന്താണോ സെറ്റ് ആവുന്നത് അതെടുക്കുക. പറ്റുന്നവരൊക്കെ തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസും തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരുവിധം എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ഹോം മെയ്ഡ് ആണല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്താണോ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനും ഒരു 10 മിനിറ്റ് മുന്നേ ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുണ്ടാവും നമ്മുടെ തൈരിലിരുന്ന് കുതിർന്നിട്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയത്ത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നമുക്ക് സ്കിന്നിന് നന്നായിട്ട് പിടിക്കും. അത് ആ തൈരിലിരുന്ന് കുതിർന്നിട്ടേ. അപ്പോൾ നമ്മുടെ പാക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. സോ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെങ്കിൽ കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാണ്. ഇതിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു സംഭവം ചേർത്തിട്ടില്ല. വെയിൽ ഇനിയിപ്പം അങ്ങോട്ട് ഭയങ്കര ചൂടാണ്, ഓൾറെഡി ചൂട് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക്. ഡെയിലി നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആഴ്ചയിൽ 1-2 ദിവസം ഈ ഫുൾ ഇൻഗ്രീഡിയൻസ്, ഈ 3 ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് വരുന്ന കൂട്ട് നിങ്ങൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക.
ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമേ ആവത്തില്ല. പിന്നെ പകൽ പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക. പക്ഷേ സൺസ്ക്രീനിലൊന്നും നിൽക്കുന്ന വെയിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 10 മണിക്കൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ 10-11 മണിക്കൊക്കെ ഭയങ്കര വെയിലാണ്. ഒരു സൺസ്ക്രീനിലൊന്നും ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ബൈക്കിലാണ് പോകുന്നതെങ്കിൽ നന്നായിട്ട് സ്കിൻ നന്നായിട്ട് കവർ ചെയ്യും. അതായത് ഷോൾ വെച്ചിട്ട് മുഖമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് സൺഗ്ലാസ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. ഇനി നിങ്ങളുടെ കൈ കാലിലൊക്കെ ആണെങ്കിൽ സോക്സ്, ഗ്ലൗസ് കിട്ടുമല്ലേ, ഗ്ലൗസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കവറായിട്ട് ഫുള്ളി കവറായിട്ടുള്ള ഡ്രസ്സസ്, അതുപോലെ തന്നെ ഷൂസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ കാലിലൊന്നും സൺ ടാൻ ഏൽക്കാതെ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് പോയാൽ പോലും ചില സമയത്ത് വെയിലേറ്റിട്ട് സൺ ടാൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. SPF 50 ഉള്ള സൺസ്ക്രീൻ ആയാൽ പോലും. കാര്യം നമുക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. പറ്റുമ്പോഴൊക്കെ തന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങളുടെ സൺസ്ക്രീൻ്റെ ഒരു എത്ര ടൈം കഴിഞ്ഞാണോ റീഅപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്താൽ മതി. വളരെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അന്നുള്ള സൺ ടാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാം. തൈര് മാത്രമായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സ്കിന്നിനെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും തൈര് യൂസ് ചെയ്യേണ്ട. കാര്യം നിങ്ങൾക്കതൊരു ഓവർ ഹൈഡ്രേഷനും എക്സ്ട്രാ മോയ്സ്ചറൈസേഷനുമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മുഖക്കുരു വരാനൊക്കെ തുടങ്ങും. അതുകൊണ്ടാണ് മുഴുവൻ വീഡിയോയും കാണാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ. ഡ്രൈ സ്കിന്നാണ് എല്ലാ ദിവസവും തൈര് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ അലോവേര ജെല്ലും റോസ് വാട്ടറും തമ്മിലുള്ള മിക്സ്ചറോ, റോസ് വാട്ടറോ അലോവേര ജെല്ലോ ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നിന് അതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ്. കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ ഇരുന്നാലും പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല. ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ നമ്മളിത് വെച്ചേക്കുക. ടോട്ടലി ഒരു 15 മിനിറ്റ് വെച്ചേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. 10-15 മിനിറ്റ് കംപ്ലീറ്റ്ലി നമ്മളിത് വെച്ചിട്ട് കണ്ടോ, ഇതിപ്പം ഒന്ന് സെമി ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. ഫുള്ളി ഡ്രൈ ആവാനായിട്ട് വിടരുത്. സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുത്ത് ചെറിയൊരു സ്ക്രബ് മസാജ് കൊടുത്ത് നമ്മളിത് വാഷ് ചെയ്യണം. ഒട്ടും ഡ്രൈ ആകാനായിട്ട് വിടരുത് കേട്ടോ. അപ്പം ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. കൂടുതൽ സമയം വെച്ചിരിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മളിത് വാഷ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങൾ യൂസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. പക്ഷേ സ്ക്രബ് മസാജ് കൊടുക്കണ്ട. സ്ക്രബ് നിങ്ങൾ 1-2 ദിവസം മാത്രം ആഴ്ചയിൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സാധാരണ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ള ദിവസമൊക്കെ വെറും വെള്ളം ഇങ്ങനെ കുറേ വെള്ളം തളിച്ച് കൊടുത്ത് കുതിർന്നതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്കിൻ അടിപൊളിയാക്കി സംരക്ഷിക്കാനായിട്ട്. മുന്നേയൊക്കെ എൻ്റെ സ്കിൻ ഇത്രയും ക്ലിയർ ആയിരുന്നില്ല. ആക്ച്വലി ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പാക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിൻ ഇത്രയും ക്ലിയർ ആയി തുടങ്ങിയത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഇത്ര വെളുത്തിരിക്കുകയല്ലേ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളതെന്ന്. ആക്ച്വലി നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ട് അടിപൊളിയായിട്ട് ഡാമേജ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ സ്കിൻ. എന്നിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കെയർ ചെയ്ത് ഫേസ് പാക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ ഇട്ടിട്ട് എനിക്ക് ഈ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ നിങ്ങളും കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം എൻ്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സാധനം മുഖത്തെടുത്തിടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ മാറ്റം സ്കിന്നിലുണ്ടായത്. അപ്പം ഇപ്പോഴും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുണ്ട്. അതും ഇനി ഗ്രാജുവലി നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്കും സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കൊണ്ടുവരണം, നന്നായിട്ട് ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് വേറൊരാളുടെ സ്കിന്നിനെ ഫിക്സ് ചെയ്ത് വെക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു വലിയ കീ ഫാക്ടറാണ്. നമ്മൾ എന്ത് ചെയ്താലും ഒരു ദിവസം ചെയ്തു, ഒരാഴ്ച ചെയ്തു, പിന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്ന് വീണ്ടും പൊല്യൂഷനും പൊടിയും അഴുക്കും ഒക്കെ പറ്റി പിടിക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തിളക്കവും ഗ്ലോയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു മാസം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതകാലം മൊത്തം സ്കിൻ അങ്ങനെ ഇരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല.
കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ സ്കിന്നിനെ കെയർ ചെയ്യുമ്പം സ്കിൻ അടിപൊളിയായിരിക്കും, സ്കിന്നിനെ കെയർ ചെയ്തില്ലെങ്കിൽ വീണ്ടും സ്കിന്ന് ഡാമേജ് ആവും. അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് സ്കിൻ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പാക്സ് യൂസ് ചെയ്യുക. അതിനൊന്നും ഒട്ടും മോശമാണെന്ന് വിചാരിക്കേണ്ടയോ അത് വലിയ ഭാരമായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഒരു പാക്കൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചൊരു പാക്ക് ഇട്ടാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയുള്ള സാധനങ്ങൾ തന്നെ വാങ്ങണം എന്നില്ലല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാമോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സെലിബ്രിറ്റീസ് പോലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ സ്കിൻ കെയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോം മെയ്ഡ് പാക്സ് യൂസ് ചെയ്യാറുണ്ട്. കാര്യം എന്താ, ഇതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നന്നായിട്ട് സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ ഇതിന് തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഇത്രയും സെലിബ്രിറ്റീസും ഒക്കെ തന്നെ ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മിസ്സാക്കണ്ടല്ലോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് റോസ് വാട്ടറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ട് തോന്നും. നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു പാട്ടോ 2 പാട്ടൊക്കെ കേൾക്കുന്ന സമയത്തിൽ തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആവും. അത് തന്നെ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.